വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ അധികാരമേറ്റതിൻ്റെ തൊട്ടു പിറ്റേന്നത്തെ പത്രങ്ങളിലെ ചില കൗതുകങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ അത് കൗതുകം അവതരിപ്പിച്ച് ഇന്നത്തെ കാലത്ത് നടക്കുകയുള്ളൂ. കാരണം ഈ മൊത്തം TV ചാനലുകളുടെ എണ്ണം ഇത്രയും കൂടി. അതെ, അത് സോഷ്യൽ മീഡിയ മറ്റൊരു ഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ നമുക്ക് പത്രം കിട്ടുമ്പോഴേക്കും നമ്മൾ എല്ലാ കാര്യവും അറിഞ്ഞിരിക്കും. അതായത് നമ്മൾ അറിയാത്തതായിട്ടൊന്നുമില്ല. ചുമ്മാ നമ്മൾ TV വെച്ചിരുന്നാൽ മാത്രം മതി. അതിൻ്റെ ഫ്ലാഷ് ന്യൂസ് നോക്കിയാൽ മാത്രം മതി ഒരു ദിവസം എന്തൊക്കെ എവിടെ നടക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി പത്രങ്ങൾ പുതിയ രീതിയിലേക്ക് തിരികെയാണ്. നമുക്ക് രണ്ടുപേർക്കും പത്രം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ചേട്ടൻ മാതൃഭൂമിയിലാണ് പത്രപ്രവർത്തനം തുടങ്ങുന്നത്. ഞാൻ മംഗളത്തിൻ്റെ 25 വർഷത്തോളം ജോലി ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിലേക്ക് മാറിയിട്ട് കുറച്ചു കാലമേ ആകുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ മത്സരമാണ് കേട്ടോ ഇത് മത്സരമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എങ്ങനെ വ്യത്യസ്തവും പിന്നെ വളരെ കളർഫുള്ളായിട്ടും പത്രം ഇറക്കാമെന്ന് മനോരമയാണ് തെളിയിച്ചുകൊണ്ടിരുന്നത്. മനോരമ അത് വളരെ രസകരമായിട്ട് ഓരോ മന്ത്രിമാരെയും കുറിച്ചും ഓരോ അവരുടെ കോളങ്ങളൊക്കെ വേർതിരിച്ചൊക്കെ. പക്ഷേ ഇന്ന്, അതായത് ഇന്നലെ സത്യപ്രതിജ്ഞ നടന്ന് ഇന്നത്തെ ദിവസം സ്കോർ ചെയ്തിരിക്കുന്നത് മാതൃഭൂമി. ഇതാ നോക്കാം, മാതൃഭൂമി. ഈ മാതൃഭൂമി വളരെ കൗതുകരമാണ്. ഇത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മാതൃഭൂമിയുടെ 1-ാം പേജാണ്. ഈ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഈ മാതൃഭൂമി ഇത് ജാക്കറ്റ് പോലെ ഇത് രണ്ടായിട്ട് തുറക്കാം. ഇതിനെ സാധാരണ നമ്മളിങ്ങനെ ജാക്കറ്റ് പരസ്യം എന്ന് പറയും. ഫ്രണ്ടിലും ബാക്കിയും എല്ലാം കൂടെ ചേർന്ന് ആഡ് എടുക്കുന്നതിനാണ് ജാക്കറ്റ്. ഇതിപ്പോൾ ഫ്രണ്ട് പേജ് തന്നെ ഇങ്ങനെ ഈ വിസ്മയം തുറക്കൂ എന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് തുറക്കാം. ഇത് തുറക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശരിക്കും നോക്കുക, വിരിഞ്ഞു വിസ്മയം എന്ന പേരിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് മലയാള പത്രങ്ങളിൽ ഇതുവരെ പരീക്ഷിച്ച് കണ്ടില്ല. ഇത് പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ദേശീയ ദിനപത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ പരീക്ഷിച്ചിട്ടുള്ള സാധനം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ വെച്ച് ഇത് ഒട്ടിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് ഇത് പുതിയ പ്രിന്റിംഗ് സംവിധാനത്തിൽ അങ്ങനെ ഇതിനുള്ള ഏർപ്പാടുണ്ടോ? കൈകൊണ്ട് ഒട്ടിക്കാന്നാണ് അഭിപ്രായമാണ് കോപ്പി അടിക്കുന്ന ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് ഒട്ടിച്ചതുപോലെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേഔട്ട് രീതിയാണ് എടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ അടിച്ചിട്ടുണ്ട്. അതായത് അവർ ഇന്നത്തെ തലക്കെട്ട് തന്നെ ശുഭയാത്ര വാക്കുപാലിച്ച് വി ഡി സതീശൻ സർക്കാർ എന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആ പ്രഖ്യാപനങ്ങൾ 3 എണ്ണമായിരുന്നു. ഒന്ന് വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്, മറ്റൊന്ന് ആശമാരെ മറന്നിട്ടില്ല, ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യത. 3 വാർത്തകളും 1-ാം പേജിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അകത്ത് ഈ ഇത്രയും സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇതിനകത്ത് വരുന്നത് മന്ത്രിസഭയുടെ എല്ലാ മന്ത്രിസഭാംഗങ്ങളും ഗവർണറോടൊപ്പം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇരിക്കുന്ന ചിത്രമാണ്. അത് ഒറ്റ ഫ്രെയിമാണ്. അത് കട്ട് ചെയ്താണ് സാധാരണ നമ്മളിങ്ങനെ നേരത്തെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് വരാറുള്ളത്. ഇവിടെ പക്ഷേ ഒറ്റ പേജിൽ തന്നെ ആ സംഭവം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേജ് ലേഔട്ട് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ഇന്ന് മാതൃഭൂമി. ശരിക്കും പറഞ്ഞാൽ പത്ര ഓഫീസുകളിൽ ഈ ഏറ്റവും സീനിയേഴ്സ് ആണല്ലോ എപ്പോഴും ഈ പത്രത്തിന്റെ പ്രധാന പേജ് ലേഔട്ട് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. അതെ, ഒരു പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാരിലേക്ക് അത് ഗ്രാഫിക്സും അത്തരം കാര്യങ്ങളെ കുറിച്ച് കമ്പ്യൂട്ടർ സഹായം കൂടിയുണ്ട്. ഇതിന്റെ സെൻട്രൽ സ്പ്രെഡും വളരെ മനോഹരമായിട്ടുണ്ട്. ആദ്യം ക്യാബിനറ്റ് യോഗത്തിന്റെ ചിത്രമല്ലേ ഉറപ്പിച്ചു തുടക്കം. അത് വളരെ മനോഹരമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും എല്ലാ മന്ത്രിമാരും ഈ ഫ്രെയിമിൽ എത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പ്രത്യേക വാർത്തകളൊക്കെ. ക്യാബിനറ്റിന്റെ ചിത്രം ഇനി എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ആ സത്യപ്രതിജ്ഞ നടന്ന ദിവസം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഇനിയില്ല. ക്യാബിനറ്റ് ചിത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തും പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം മനോരമയിൽ അവര് ഏതായാലും ആശാ വർക്കർമാരുടെ കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത്. ആശായാത്ര എന്നാണ്. അതെ, സമാനമായ തലക്കെട്ട് വേറൊരു പത്രം കൂടി കൊടുത്തിട്ടുണ്ട്, ആശായാത്ര എന്നുള്ളത് പോലെ തന്നെ. മാധ്യമം ദിനപത്രം ആശാ കേരളം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മനോരമ കൊടുത്തിരിക്കുന്ന ആശാ യാത്ര. മനോരമ അമ്മാളും അമ്മ എന്ന് പറഞ്ഞൊരു അമ്മയുടെ കഥ ഉണ്ടല്ലോ, സതീശൻ സഹായിച്ചൊരു അമ്മയുണ്ടല്ലോ, അവരുടെ ചിത്രമാണ്. പക്ഷെ അവർ അത് ഇന്ന് ഏറ്റവും അധികം ആയിട്ടുള്ള ചിത്രമാണ് അത്. മാതൃഭൂമി ഫ്രണ്ട് പേജ് ജാക്കറ്റ് പോലെ തുറന്ന് ഉൾവശത്തേക്ക് 1-ാം പേജ് തുറക്കുമ്പോൾ 2-ാം പേജിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ആ കവാടമാണ് അത് 1-ാം പേജ്. മനോരമ പക്ഷേ ആ പടം കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തു. സാധാരണ എല്ലാ ദിവസവും ഏറ്റവും മനോഹരമായ ഹെഡിങ്ങുകൾ കൊടുക്കാറുള്ള മംഗളം, ഇന്ന് മംഗളം ഒരു സാധാ ഹെഡിങ് മാത്രമാണ് കൊടുത്തത്. അതുപോലെ മനോരമ ഉൾപേജിൽ അകത്ത് സെൻട്രൽ പേജിൽ ആൾക്കടലിൽ സൂര്യോദയം ഒന്നാണ്. ഇന്നലത്തെ ആൾക്കൂട്ടം നമ്മൾ കണ്ടാണല്ലോ. അതെ, ആൾക്കടലിൽ സൂര്യോദയം.
ആൾക്കടലിൽ സൂര്യോദയം എന്ന അതാണ് കൊടുത്തത്. വലിയ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2 പത്രങ്ങളാണ് പ്രധാനമായും. ഇന്ന് ബാക്കി എല്ലാ പത്രങ്ങളും നമുക്കറിയാം അവർ ഏകദേശം എന്തായിരിക്കും ഈ മന്ത്രിസഭയുടെ സ്ഥാനാരോഹണ ദിവസമാണ് എന്താണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേശാഭിമാനിയും അതുപോലെ ജന്മഭൂമിയുമാണ്. ദേശാഭിമാനി പതിവ് പോലെ പ്രതിപക്ഷ പത്രപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതിപ്പോൾ രണ്ടിടത്തിരുന്നാലും ഇവർക്ക് ഈ പറയുന്നതൊക്കെ ഒന്നും തന്നെ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം. ഇതിനകത്ത് UDF മന്ത്രിസഭ ചുമതലയേറ്റു. അതിലൊക്കെ ദേശാഭിമാനി കരയുന്നുണ്ട്. ആശയില്ല, റബ്ബറിന് താങ്ങുവിലയില്ല. ആശയ സഹായിച്ചവരാണല്ലോ. അതെ, ആശയെ സഹായിച്ച പാർട്ടിയുടെ മുഖപത്രമായതുകൊണ്ടാകാം അത്രയും വിഷമം വന്നത്. ആശാ സമരത്തെ എങ്ങനെയൊക്കെ അടിച്ചമർത്താമെന്ന് അന്ന് ഇവരുടെ നേതാക്കൾ പ്രയാസപ്പെട്ട് നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്ന ആ ദേശാഭിമാനി ഇന്ന് കരയുന്നു, ആശയില്ല പോലും. അതുപോലെ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം, പടക്കം പൊട്ടി, ബാലൻ മരിച്ചു എന്നൊരു വാർത്തയുണ്ട്, വിദ്യാർത്ഥി മരിച്ചു. ഇത് ഇന്നലെ ഓൺലൈനിൽ ഇവർ കൊടുത്തിരുന്ന വാർത്ത. കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിനിടെ സ്ഫോടനം, വിദ്യാർത്ഥി മരിച്ചു എന്നാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അതിനെക്കുറിച്ച് നമ്മളൊരു വിശദീകരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ മറുനാടനാണ് ആ വാർത്ത പുറത്തുവിട്ടത്. എന്താണെന്ന് ചോദിച്ചാലും ദേശാഭിമാനി കൊടുത്തത് കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിനിടെ സ്ഫോടനം, കുട്ടി മരിച്ചു. വായിച്ചു ചെന്നപ്പോൾ എന്താ, താഴോട്ട് ചെല്ലുമ്പോൾ ഹെഡിങ് മാത്രമേ ഉള്ളൂ, താഴോട്ട് ചെല്ലുമ്പോൾ എല്ലാം അകത്ത് പടക്കം പൊട്ടി കുട്ടി മരിച്ചു എന്നുള്ളത്. അതാണ് യാഥാർത്ഥ്യം. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതായത് അടുത്ത വിവാഹം നടന്ന വീട്ടിലും ഈ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പൊട്ടാത്ത പടക്കം എടുത്തുകൊണ്ട് പോയിട്ട് ഈ കുട്ടികളെല്ലാം ചേർന്ന് ഒരു പേപ്പറിനകത്ത് വെച്ചിട്ട് ഈ വെടിമരുന്ന് മുഴുവൻ ഇറക്കി വെച്ചിട്ട് ഒരു കരിങ്കല്ലിന്റെ ഇടയ്ക്ക് കയറ്റി തീ കൊടുത്തു. അതിനെ തുടർന്ന് കരിങ്കല്ല് പൊട്ടിത്തെറിച്ച് ആ കല്ല് വന്ന് മുഖത്തടിച്ചാണ് ഈ കുട്ടി മരിക്കുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് വലിയ പിന്നെ സങ്കടത്തോടെ പറയുന്നുണ്ട് ആശമാർക്ക് 2100 ഇല്ല, സൗജന്യ യാത്ര 1 മാസം കൂടെ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ദേശാഭിമാനി നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇത്രയും വലിയൊരു മന്ത്രിസഭ ഇത്രയും നന്നായിട്ട് അധികാരമേൽക്കുമ്പോൾ എന്താണ് അവരെഴുതുക എന്ന് അറിയാനുള്ള ഒരു സെക്കൻഡ്. കേരള അവധിവരെല്ലാവരും കടത്തി വെട്ടിക്കൊണ്ട് വേറൊരു രീതിയിൽ എത്തിക്കുകയാണ്. മാർക്കറ്റിങ്ങിൻ്റെ പുതിയ തന്ത്രമാണ്. പുതിയ മന്ത്രിസഭയ്ക്ക് അഭിനന്ദനങ്ങൾ, ലാഭം 3 തരാം. അത് പരസ്യമാണ്. അതൊരു ഇതിന്റെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സ്ഥാപനത്തിന്റെ പരസ്യമാണ്. റീഎനർജി അത് ഒരു പരസ്യമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവർ അല്ലാതെ അകത്ത പേജിലേക്ക് കിടക്കുമ്പോൾ വാക്കാണ് വീടി എന്നാണ് അവർ ആശ എന്നുള്ള വാക്ക്. അവരുടെ സതീശ വിസ്മയത്തിൽ പുതിയുഗ പ്രതിജ്ഞ. അതെ അതെ, സതീശൻ വാക്ക് പാലിച്ചു. വാക്കാണ് വീടി. അതെ അതെ. അപ്പോൾ എല്ലാ പത്രങ്ങളിലും സതീശൻ സർക്കാർ ചുമതലയേറ്റു, വാക്ക് പാലിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ BJPയുടെ മുഖപത്രമായിട്ടുള്ള BJPയുടെ മുഖപത്രം എന്ന് പറഞ്ഞാൽ BJP സംഘപരിവാർ സംഘടനകളുടെ പത്രമായിട്ടുള്ള ജന്മഭൂമി പറയുന്നത് ഉടനില്ല ഗ്യാരണ്ടികൾ, വകുപ്പുകളിലും തർക്കം. അതിൽ വകുപ്പുകളിൽ തർക്കം എന്നുള്ളത് സത്യമാണ്. ഗ്യാരണ്ടികൾ ഉടനില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 2 ഗ്യാരണ്ടികൾ അവർ പ്രഖ്യാപിച്ചിരുന്നു. അത് രണ്ടും 5 ഗ്യാരണ്ടികൾ 2 പ്രഖ്യാപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കൃത്യമായിട്ട് ഈ പത്രം ചെയ്തിട്ടില്ല. ഉടനില്ല ഗ്യാരണ്ടികൾ എന്നുള്ള മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്ന വാർത്ത. ഈ ദീപിക വേറൊരു രീതിയിലാണ് ജനഘോഷം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്നുള്ളതാണ് അവർ തലക്കെട്ടിൽ അവർ ഹെഡിങ് കൊടുത്തത്. അത് വലിയ വിവാദമായിട്ടുണ്ട്. തലക്കെട്ടല്ല, അദ്ദേഹത്തിന്റെ ആ സത്യപ്രതിജ്ഞ. ഈ വടശ്ശേരിൽ ദാമോദര മേനോൻ എന്ന ഞാൻ, അത് ജാതി പറയുന്നു, ഞാൻ ഉന്നത കുലജാതനാണെന്ന് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അക്കാര്യത്തിൽ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതിൽ സുപ്രഭാതം സംസ്ഥാന പത്രമല്ലേ, സംസ്ഥാന പത്രമായ സുപ്രഭാതത്തിന് വലിയ ആഘോഷമൊന്നുമില്ല. ജനസമക്ഷം എന്ന് പറഞ്ഞ് വലിയ അധികം വികാരത്തള്ളിച്ചൊന്നും ഇല്ലാതെയാണ് അവരുടെ തലക്കെട്ട് വന്നിരിക്കുന്നത്. ജനസമക്ഷം UDF സർക്കാർ അധികാരമേറ്റു, ഇതാണ് അവരുടെ വാർത്ത. അതിനകത്ത് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഫ്രണ്ട് പേജിൽ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2ാം പേജ് തൊട്ട് അവർ ബാക്കി എല്ലാ പടങ്ങളും എല്ലാ സത്യപ്രതിജ്ഞയുടെ ചിത്രങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ കൊണ്ടുവരുന്നത് മലയാള മനോരമയാണ് എപ്പോഴും കൊണ്ടുവരുന്നത്. ഓർമ്മയുണ്ട് മിന്നൽ പിണറായി. അതെ, പിണറായി സംസ്ഥാന സെക്രട്ടറി സമയത്ത് മിന്നൽ പിണറായി. അതെ. അപ്പം ഇന്ന് പക്ഷേ ഇന്നത്തെ ദിവസം ശരിക്കും മാതൃഭൂമി തന്നെയാണ് കൊണ്ടുപോയത്. ശുഭയാത്ര എന്ന പേരിൽ അവർ തന്നെ ഈ പത്രത്തിൻ്റെ ലേഔട്ടിലെ 1ാം പേജിനെ 2ആയി പകുത്ത്
ഒരിക്കൽ കൂടി കാണിക്കാം. ഒന്നാം പേജിനെ രണ്ടായിട്ട് പകുത്തുകൊണ്ട് ഉള്ള വളരെ variety. ഈ ജാലകം തുറക്കുമ്പോൾ നമുക്ക് കാണാൻ ഈ കഴിയും. പത്രം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ശരിക്കും കേരളത്തിലെ പുതിയ മന്ത്രിസഭ ചുമതലയേറ്റ ദിവസം കൂടിയാണെന്നുള്ള പ്രത്യേകതയും ഈ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഇത് കാണുമ്പോൾ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ വളരെ അടുത്ത നിങ്ങളൊക്കെ സുഹൃത്തായിരിക്കും TK സജീവ് കുമാർ കേരളാവധിയിലുണ്ടായിരുന്നു. അറിയാം. അതേപോലെ ഈ ഡിസൈനിൽ ഈ പേജ് ഡിസൈൻ്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തക ഒരാളാണ്. ഈ ലേഔട്ടിന് അവാർഡ് നിശ്ചയിച്ചത് ഇൻ്റർനാഷണൽ ലെവലിൽ TK സജീവ് കുമാർ. അതിൽ ഇതുപോലെയുള്ള ആൾ, അദ്ദേഹം കേരളാവധിയിലായിരുന്നു. അദ്ദേഹം പേജ് ലേഔട്ടും അതിമനോഹരമായി തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു ഈ പേജിൻ്റെ ലേഔട്ടിൻ്റെ ആളാണ്. നമുക്കൊരു മലയാളി എന്നുള്ള നിലയിൽ നമ്മളതൊരു സുഹൃത്ത് എന്നുള്ള നിലയിൽ നമുക്ക് ഏറെ അഭിമാനം പകരുന്നൊരു കാര്യം കൂടിയാണ് TK സജീവ്. ഇതൊരു കലയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാം പേജിൽ നമ്മൾ ഒന്ന് തലക്കെട്ട്, രണ്ട് ആ പേജിനേഷൻ, ആ പേജിൻ്റെ ലേഔട്ട് തയ്യാറാക്കുന്നു. ഇപ്പം പേജ് ലേഔട്ട് തയ്യാറാക്കാൻ നമുക്ക് എളുപ്പമാണ്. പണ്ടെല്ലാം വെട്ടി. ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടർ ചെയ്യാം. അതിന് പോലും ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു ലേഔട്ട് AI കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. പക്ഷേ ഈ തലക്കെട്ട് ഇടുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ഒരു പത്രപ്രവർത്തകൻ്റെ ആ ആശയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഞാൻ ഇപ്പം മിക്കവാറും ഈ അടുത്ത കാലത്ത് ഏറ്റവും നല്ല തലക്കെട്ട് വരുന്ന മനോരമയിലും മംഗളത്തിലുമാണ്. മംഗളത്തിൽ എനിക്കറിയാം ശ്രീകുമാറാണ്, മംഗളത്തിൻ്റെ സീനിയർ സബ് എഡിറ്ററായിട്ടുള്ള ശ്രീകുമാർ ഇതിൻ്റെ ഒരു ആശാനാണ്. തലക്കെട്ട് വളരെയധികം ശ്രദ്ധിക്കുന്ന തലക്കെട്ടുകൾ അദ്ദേഹം ഇടാറുണ്ട്. ഇത്തവണ ഈ 102 സീറ്റ് കിട്ടിയപ്പം 51 വെട്ട് എന്നൊരു തലക്കെട്ടാണ് മംഗളം ഇട്ടത്. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ അതുപോലെ മുഖ്യമന്ത്രിയായിട്ട് സതീശനെ തിരഞ്ഞെടുത്തപ്പോൾ മറ്റാര് എന്നൊരു തലക്കെട്ടാണ് കൊടുത്തത്. അത് മനോരമയോട് കിടപിടിക്കുന്ന തലക്കെട്ടുകൾ ഇടുന്ന ഒരു പത്രമാണ് മംഗളം. തലക്കെട്ടുകൾ കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ വാർത്തകളിൽ നിറയാറുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ ഈ പത്രങ്ങളിൽ ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത് മാതൃഭൂമി തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം പറയും. ഇനിയുള്ള ദിവസങ്ങളിലും ഒരു പക്ഷേ ഇതൊരു പുതിയ ട്രെൻഡായി മാറും. കാരണം മനോരമയെ ശ്രദ്ധിച്ചാണ്. ഇനി അങ്ങോട്ട് ഇതിനെ കടത്തിവിട്ടുന്ന രീതിയിലുള്ള സാങ്കേതിക മികവ് എങ്ങനെ പുറത്തെടുക്കാം എന്നുള്ളതായിരിക്കും അടുത്ത് മനോരമ ചിന്തിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ദിവസം ഇതുപോലെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് കാണുകയും ചെയ്യും.